നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി. ശ്രീ മാധവൻകുട്ടി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അദ്ദേഹം കൊച്ചിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് താങ്കൾ കണ്ടല്ലോ ഒരാഴ്ചയായിട്ട് താര ക്യാമ്പയിൻ പ്രചാരകർ കേരളത്തിൽ മോഡി, നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ, രാഹുൽ ഗാന്ധി, ഇന്ന് അമിത്ഷാ, അങ്ങനെ ഖാർഗെ വന്നിരുന്നു. നാളെ അദ്ദേഹം പിന്നെയും വരുന്നുണ്ട്. അവരുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഇലക്ഷൻ പറയുന്നത്? ആൾക്കാർ അവരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? അവരുടെ മെസ്സേജിങ് ഈ പാർട്ടികൾക്ക് അനുകൂലമായി വരുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? മാത്രമല്ല, അതിനൊന്ന് ഒന്നുകൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ മുതൽ ടെലിവിഷൻ കാണാൻ തുടങ്ങിയത് ഇടതുപക്ഷത്തിൻ്റെ, നമ്മൾ കേട്ടു, ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പരസ്യങ്ങളിലും ഒരേ ഒരു ചിത്രമേ ഉള്ളൂ, പിണറായി വിജയൻ്റെ. അത് ഊട്ടി ഉറപ്പിക്കുന്ന മട്ടിൽ അദ്ദേഹം ഇന്നലെ മുതലേ നേരിട്ട് വന്ന് ഗ്യാരണ്ടി അല്ല, ഞാൻ പറയുന്നു നിങ്ങളോട് ഇതൊക്കെ ചെയ്യും എന്ന് അദ്ദേഹത്തിന്റെ വക ഒരു ക്ലിപ്പുകൾ പരസ്യമായി വന്നിരിക്കുന്നു. സർ, എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? താരപ്രചാരകത്തിൽ ചെറിയാൻ സൂചിപ്പിച്ചതാണ് വസ്തുത, ദുഃഖകരമായ വസ്തുത. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൂടി പറയാം. ഏറ്റവും വലിയ താരം പുറത്തു നിന്ന് വന്ന താരങ്ങൾ തന്നെ. മോഡി, അമിത്ഷാ, ഈ പറയുന്ന രാഹുൽ ഗാന്ധി, പ്രിയങ്ക, അവർ തന്നെയാണ് കേരളത്തിൽ ഒരു പാർട്ടിയുടെ നിർബന്ധമില്ലാതെ, പാർട്ടിയുടെ ചിലവില്ലാതെ കാണാനും കേൾക്കാനും എത്തുന്ന കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ UDF അനുകൂല ബഹുജനങ്ങളുടെ താരം അവർ തന്നെ. നെഹ്റു കുടുംബത്തിന്റെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മോഡിയുടെ RSS കുടുംബത്തിന്റെ ഡൈനാസ്റ്റിയുടെ മോഡിയും ഷായും തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ കോൺഗ്രസിൽ ഇത്തവണ ഞാൻ ഒരു കാര്യം അനുവദിക്കണം പറയാനായിട്ട്. ഒന്ന്, തിരിച്ചു വരുന്ന ശശി തരൂർ ഒരു താരമാണ്. പ്ലീസ് ടേക്ക് നോട്ട്. ഇത് കാരണം ഞാനിത് താങ്കളോട് പറയുന്നത്, കേരളത്തിലെ മാധ്യമങ്ങളിൽ മനോരമയും മാതൃഭൂമിയും കോൺഗ്രസിനെ സഹായിക്കുന്നു എന്ന് പറയുന്ന പത്രങ്ങൾ പോലും ഈ വ്യത്യാസം പുറത്തു പറയുന്നില്ല ചെറിയാൻ. ശശി തരൂർ ഇറങ്ങി കൂടെ കേട്ടു. ഷാഫി പറമ്പിലും ഒരു ഇതാണ്. കൊല്ലത്തുനിന്ന് ഞാൻ താങ്കൾക്കൊരു ക്ലിപ്പ് അയച്ചിട്ടില്ല. കൊല്ലത്തുനിന്ന് എൻ്റെ ഒരു ഇടതുപക്ഷ സുഹൃത്ത് പറയുന്നു, ഷാഫി പറമ്പിനെ കാണാൻ വേണ്ടി ആൾക്കാർ 2 മണി വരെ രാത്രിയിൽ നിന്നിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കൃത്യം ഞാൻ അതിലേക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ശശി തരൂർ. ഞാൻ ആദ്യം പറഞ്ഞത് ഷാഫി പറമ്പിലല്ല. രണ്ടാമത് ഷാഫി പറമ്പിൽ. ഒന്ന് അല്ലെങ്കിൽ പക്ഷെ അതിന്റെ ഞാൻ ഷാഫി പറമ്പിലിനാണ് കൂടുതൽ ആളുകൾ ശശി തരൂരിനെ കാട്ടില്. കാരണം ഷാഫി പറമ്പിലിനെ കാണാനായി എല്ലാ തരത്തിൽപ്പെട്ട ആളുകളും വരുന്നു. എന്നാൽ ശശി തരൂരിനെ കാണാൻ സാധാരണ ഇത്തരം പൊതുയോഗങ്ങളിൽ വരാത്ത മാന്യന്മാർ അല്ലെങ്കിൽ ഉപരി വർഗത്തിൽപ്പെട്ട ആളുകൾ വരുന്നു. അത് രണ്ടും ഇത്തവണ UDFന് അനുകൂല ഘടകങ്ങളാണ്. 3, സതീശൻ ഇപ്പോഴും ഒരു ക്രൗഡ് പുള്ളർ, ആളുകളെ ആകർഷിക്കുന്ന കോൺഗ്രസിലെ ഏക വ്യക്തി അദ്ദേഹമാണ്. KPCC പ്രസിഡന്റ് പോയതുകൊണ്ടോ രമേശ് ചെന്നിത്തല പോയതുകൊണ്ടോ കേരളത്തിലെ സാധാരണ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അണികളും അവരുടെ അനുഭാവികളും ഒരു മൈതാനത്തും താനേ എത്തുകയില്ല. അവർക്ക് അവരെല്ലാം എൻ്റെ കൂട്ടുകാരാണെന്ന് ഞാൻ അതുകൊണ്ട് വിഷമമാണ് ഇത് പറയുന്നതിന്. പക്ഷെ സതീശനെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ തീപ്പൊരി നേതാവ്. ഒരു തീപ്പൊരി നേതാവില്ലാതെ നിങ്ങൾക്ക് ഒരു പ്രിൻസിപ്പിൾഡ് പറയുന്നത്, അദ്ദേഹത്തെ നുണയൻ എന്നാണ് പ്രതിപക്ഷം. അത് തെരഞ്ഞെടുപ്പിന്റെ 2 പേരെയാണ് CPM ഉന്നം വയ്ക്കുന്നത്, പ്രധാനമായി സതീശനെയും ഷാഫി പറമ്പിലിനെയും. അതിൽ നിന്ന് നിങ്ങൾക്കറിയാം അവർ ഭയപ്പെടുന്നതും അവർ തന്നെയാണ്. അപ്പോൾ കേരളത്തിന്റെ ഈ പറയുന്ന ക്രൗഡ് പുള്ളേഴ്സ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഷാഫി പറമ്പിൽ, ശശി തരൂർ, സതീശൻ. പിന്നീട് എനിക്ക് അറിഞ്ഞുകൂടാ മറ്റ് ഗ്രാമതലത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ VT ബലറാം എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും. ഞാൻ പൊതുവെ മനസ്സിലാക്കുന്നത് ഇത് കാരണം ഞാൻ ശശി തരൂർ ഇവിടെ സതീശന്റെ കൺവെൻഷൻ ഉദ്ഘാടന ഒരു ഘട്ടത്തിൽ അതിനുശേഷം വന്നിരുന്നു. എനിക്ക് കാണാൻ കഴിഞ്ഞു ആവേശം. 2, ഷാഫി പറമ്പിലിനെ അത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ
ഞാൻ വടകര തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് കൂടി അതിന്റെ കെമിസ്ട്രി താങ്കൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് എന്നെ അനുവദിക്കണം. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിലെ ഒരു മുസ്ലിം യുവ നേതാവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, എന്റെ തലമുറ കണ്ട ആര്യാടൻ മതിനെ പോലെ ജനങ്ങൾ ഒരു ദേശീയ മുസ്ലിമിന്റെ ഒരു പരിവേഷത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു മുസ്ലിം നേതാവിനെ കിട്ടുകയാണ്. മറക്കരുത്. വേറെ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് പറഞ്ഞിരുന്നത് ഇതുവരെ? ഹരിയാടിന് ശേഷം ഷൗക്കത്തിനെ പറഞ്ഞിരുന്നു. അല്ലാതെ ഇത് മറക്കണത്. ആരായാലും സത്യമല്ലേ. ഒരു കോൺഗ്രസ്സുകാരൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിലെ സാധാരണ ആളുകളെയും ആകർഷിക്കുന്ന പ്രതിഭാസമാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് അദ്ദേഹം വടകരയിൽ ജയിക്കുന്നത്. ശൈലജ ടീച്ചറിനെ പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരു ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും സ്നേഹത്തോടുകൂടി മുന്നിൽ വയ്ക്കാവുന്ന ഏറ്റവും ജനപ്രിയയായ സഖാവിനെ ഇത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞത് കുതന്ത്രം കൊണ്ടും ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ജനപ്രിയത കൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം നിന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനോട് അതേ വാശിയോടും ആവേശത്തോടും കൂടി ലീഗ് അണികൾ പ്രവർത്തിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ കാണാൻ വരുന്നത് കോൺഗ്രസ് അണികൾ മാത്രമല്ല, അതും എന്തോ വലിയ വർഗീയതയായി ചിലർ അവതരിപ്പിക്കുന്ന കേട്ടു ചില മാധ്യമ പണ്ഡിതർ. അതിലെന്താണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അബ്ദുൽ അഫർ ഖാനെ കാണാൻ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, മൗലാന ആസാദിനെ കാണാൻ ആളുകൾ വന്നത് നിങ്ങളുടെ ചരിത്രം മറന്നോ പുതിയ മാധ്യമ പ്രവർത്തക? അപ്പോൾ കോൺഗ്രസിൽ ആര്യാടന് വന്നിരുന്നപ്പോൾ മലപ്പുറത്ത് തടിച്ചു കൂടിയിരുന്നവരെ നിങ്ങൾ മറന്നോ? അതോ നിങ്ങൾ പ്രായം നടിക്കുകയാണോ? നിങ്ങൾക്ക് ചരിത്രബോധമില്ലേ? അയാൾ എന്തോ വർഗീയവാദിയാണെന്ന് ഈ ഷാഫി പറമ്പിൽ പറയുന്നു. അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഹിന്ദുക്കളുടെ വലിയ വോട്ട് കിട്ടിക്കൊണ്ടാണ് പാലക്കാട് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അതൊന്ന്. രണ്ട്, ഞാനിപ്പോൾ ശശി തരൂരിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. സതീശനെ കുറിച്ച് പറയുക ഫൈറ്റിംഗ് ഓപ്പോസിഷൻ ലീഡർ. അദ്ദേഹം പറയുന്നതിൽ ചില തെറ്റുകൾ ഉണ്ടാവും, അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അദ്ദേഹം പറയുന്ന നെഹ്റു ഇടതുപക്ഷം ഒന്നും ഇപ്പോഴും കോൺഗ്രസ് ആയിട്ടില്ല. NSSന്റെയും SNDPയുടെ അടുത്തുപോയി ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് ബില്ല് കൊണ്ടുവരുമെന്ന RSSനേക്കാൾ ആവേശത്തിൽ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് നെഹ്റു ഇടതുപക്ഷം എന്നൊന്നും പറയണ്ട. അങ്ങനെ ആവാൻ ശ്രമിച്ചാൽ നല്ലത് എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊരു വലിയ നുണ. രാഷ്ട്രീയമായി കോൺഗ്രസ് ഇത് വിമോചന സമരത്തിലെ കോൺഗ്രസ് തന്നെ. രണ്ട്, ഇനി CPM എടുത്ത് നോക്കിയാൽ താങ്കൾ പറയുന്നതിൽ കൂടി ഞാൻ തീർത്തോളൂ. താങ്കൾ പിണറായിയുടെ കാര്യം പറഞ്ഞു. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത് കാണിച്ച് CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ധനവും നഷ്ടവും പിണറായി അതെല്ലാം വിവരിക്കുന്നുണ്ട്. അതിന്റെ അസറ്റും അതിന്റെ ലോസും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിന്റെ റെഫറാൻഡം തന്നെയാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ. അത് ആര് പറഞ്ഞാലും, അദ്ദേഹം ഗോവിന്ദ മാഷ് പറഞ്ഞു, പിണറായി പറയുന്നുണ്ട്, പാങ്കേന്ദ്രേണ, CPM സഖാക്കൾ അങ്ങനെയാണ് പറയാൻ നോക്കുന്നത്. അവര് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ഈ വികസനത്തിന് വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പിണറായിയുടെ നേതൃത്വത്തിൽ വോട്ട് ചെയ്യുമെന്നാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ളതും പിണറായിയാണ്. താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സഖാവ് യെച്ചൂരിയുടെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് പോളിറ്റ് ബ്യൂറോ എന്ന പേരിൽ വരുവാനുള്ളത് നമ്മുടെ സഖാവ് MA ബേബിയും പാർട്ടിയിൽ നിന്ന് പ്രായം കൊണ്ട് മാറി നിൽക്കുന്ന പ്രകാശ് കാരട്ടും വൃന്ദ കാരട്ടും സുഹാസിനി ആലിയുമാണ്. ഇവർക്കൊന്നും കേരളത്തിൽ വലിയ താരപരിവേഷം ഇല്ല. ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഇടതുപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ദേശീയ കക്ഷിയായി നിൽക്കുമ്പോൾ, ഞാൻ ജ്യോതിബാസുവിന്റെ പ്രസംഗം കേരളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് കേൾക്കാൻ വേണ്ടി CPM സഖാക്കളുടെ കൂടെ 90കളിൽ പോയിട്ടുള്ളതാണ്. എനിക്കറിയാം ആവേശം എന്തായിരുന്നു ജ്യോതിബാസു വരുമ്പോൾ. അങ്ങനെ ഒരു ദേശീയ നേതാവിനെ രംഗത്തിറക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിന് കേരളത്തിൽ കഴിയുന്നില്ല, CPIക്ക് കഴിയുന്നില്ല. പണ്ട് ബർദൻ വന്നിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ബർദൻ വലിയ ആവേശമായി CPI സഖാക്കളുടെ കൂടെ. അങ്ങനെ ആരുണ്ട്? ഒരു പക്ഷെ ആനി രാജ. കാരണം അവർ ഇടയ്ക്ക് CPMനെ വിമർശിക്കുന്നത് കൊണ്ട് CPIക്കാർക്ക് ഒരു ആവേശം കൂടും. ഇതല്ലാതെ ഇത് യാഥാർത്ഥ്യമാണ്, ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുടെ നേർചിത്രമാണ് ഈ പ്രചരണം. ഒരു കാര്യം കൂടി താങ്കളോട് ഞാൻ പറയാൻ, ഈ പിണറായിയെ കാണാൻ വരുന്നവർ മുഴുവൻ
സ്വന്തം ആഗ്രഹപ്രകാരം താരമായതുകൊണ്ട് വരുന്നതല്ല. അവർ പലരും പലതരത്തിൽ CPM-മായി കടപ്പെട്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അറിയാമല്ലോ താങ്കൾക്ക്. കുടുംബശ്രീ, അല്ലെങ്കിൽ അധ്യാപക സംഘടന, NGO സംഘടന, അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, അവർ കൂട്ടുന്ന ശുചീകരണ തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകളെ എപ്പോൾ വേണമെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു യോഗത്തിന് മൊബിലൈസ് ചെയ്യാൻ കൊണ്ടുവരും. പക്ഷെ VS അതായിരുന്നില്ല. ഞാൻ VS ശക്തമായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ ഒരു പതിറ്റാണ്ട് എതിർത്തതാണ്. എന്നാൽ അദ്ദേഹത്തെ കാണാൻ ആളുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു കൂടുതൽ അപകടം. അദ്ദേഹം മഹാരാജാവിനെ പോലെയാണ് ജനങ്ങൾ കണ്ടിരുന്നത്. കണ്ണേ കരളെ, അല്ലെ? പക്ഷെ എങ്കിലും കണ്ണേ കരളെ എന്ന് പറഞ്ഞ് വന്നിരുന്നു. പക്ഷെ പിണറായിയെ കാണാൻ വരുന്നവരുടെ ആ കമ്മ്യൂണിസ്റ്റ് ആവേശത്തിലാണോ വരുന്നത് എന്നും താങ്കളൊന്ന് ചിന്തിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ UDF-ന് താരങ്ങൾ ഉണ്ടായിരിക്കുന്നു. പിന്നെ യുവനിരക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പത്രസമ്മേളനം നിർത്തി. അതെന്താണ് തരുന്ന സൂചന? അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം വോട്ടുകൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയല്ലേ? ചെറിയ താരമാണെങ്കിൽ അദ്ദേഹത്തിന് ദിവസവും പത്രസമ്മേളനം നടത്തുകയല്ലേ ഉള്ളൂ. അതല്ല, ഇപ്പൊ അതിന് പകരം കൊണ്ടുവന്നിരിക്കുന്നത് സ്വരാജാണ്. സ്വരാജ് എന്താണ്? സ്വരാജ് ഒരു പൊതുയോഗത്തെ ആവേശപ്പെടുത്താമെന്നല്ലാതെ രാഷ്ട്രീയ സൈദ്ധാന്തിക കാര്യങ്ങൾ ഇഴവിരിച്ച് അതിന് വിശദീകരിക്കാൻ അദ്ദേഹം EMS ഒന്നുമല്ലല്ലോ. അദ്ദേഹം EMS അല്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കോടിയേരി അല്ലല്ലോ, ചടയൻ ഗോവിന്ദൻ അല്ലല്ലോ. ചടയൻ ഗോവിന്ദന്റെ ഒരു തൊഴിലാളി വർഗ പിന്തുണയോ, അല്ലെങ്കിൽ കോടിയേരി സഖാവിന്റെ ഒരു നയചാതുര്യമോ, പിണറായിയുടെ ആജ്ഞാശക്തിയോ ഒന്നുമില്ലാതെ ഒരു എന്താ പറയുന്ന ഒരു കത്തുപൊളിപ്പൻ വൺലൈനറുകളും മറ്റും അന്വേഷിക്കുകയും കപട ഗൗരവത്തിൽ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. നമ്മൾ നിലമ്പൂരിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ ആ പ്രദേശത്തെ പാവപ്പെട്ട പ്ലാന്റേഷൻ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും അദ്ദേഹത്തിന്റെ വാക്ചാതുര്യം, വാക്മയം ഒട്ടും വലിച്ചില്ലല്ലോ. അപ്പൊ കേരളത്തിലെ പത്രം, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് കളക്റ്റീവ് ലീഡർഷിപ്പിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കേരളത്തിൽ കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പ് ഇല്ലാതായി പോകുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. സെക്കൻഡ് ലീഡർഷിപ്പ് ഇപ്പോൾ മാത്രമല്ല, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലുമില്ല, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുമില്ല. ഇതാണ് വാസ്തവം. ഇത് വളരെ കാലമായിട്ടുള്ള വാസ്തവമാണ്. അതാരും പറയാൻ ധൈര്യപ്പെടുകയില്ല. പാർട്ടിയിലാരും തീർച്ചയായിട്ടും പറയുകയില്ല. ഇങ്ങനെ പറയുന്ന ഞാൻ പാർട്ടി വിരുദ്ധനാവും. ഇപ്പൊ MT ഗോവിന്ദൻ, ഞാൻ അവരുടെ ഈ പറയുന്ന CPM-ൽ നടന്ന വിസ്മയങ്ങളെ പിന്തുണയ്ക്കുന്നയാളല്ല. എനിക്ക് G സുധാകരനെയും ഗോവിന്ദനെയും രാഷ്ട്രീയമായി പരമപുച്ഛമാണ്. രാഷ്ട്രീയം പറയാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവരെ ഞാൻ അവരുടെ കൂടെയേ അല്ല. ഇത് പ്രശ്നം രാഷ്ട്രീയമാണ്. കാരണം CPM-നെ പ്രതിനിധീകരിച്ച ആധികാരികതയോടെ കൂടി ആവേശകരമായ ഒരു പ്രസംഗം ചെയ്യാൻ, അല്ലെങ്കിൽ യെച്ചൂരിക്ക് വലിയ സിവിലൈസ്ഡ് ഒരു കോണ്ടക്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സെമിനാർ മുറിയിലായാലും അദ്ദേഹം പൊതുയോഗത്തിലായാലും അദ്ദേഹം പറയുന്നതിന്റെ ഒരു ഗൗരവം, അദ്ദേഹത്തിന്റെ ദേശീയ നേതാവാണെന്നുള്ള മലയാളി കമ്മ്യൂണിസ്റ്റുകളുടെ അഭിമാനം അദ്ദേഹത്തെ കാണാൻ പ്രേരിപ്പിച്ചിരുന്നു. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ പ്രകാശ് കാരട്ടിനില്ല. പ്രകാശ് കാരട്ടിന്, ബൃന്ദ കാരട്ടിന് എന്തെല്ലാമൊക്കെയോ ഉറക്കെയും ശോഭിച്ചും പറയുമെന്നല്ലാതെ യെച്ചൂരിയുടെ ആ കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ. അത് മിസ് ചെയ്യുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിരവധി ആളുകളെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. EMS മിസ് ചെയ്യുന്നുണ്ട്. EMS ഒരു തിരഞ്ഞെടുപ്പ് ഒറ്റ കയ്യിൽ, ഈ ഉള്ളം കയ്യിൽ കൊണ്ട് വിജയിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതല്ലെന്ന് പറയട്ടെ ഇവർ. അതാണോ പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ ദാരിദ്ര്യം, അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദാരിദ്ര്യവും അവരുടെ സൈദ്ധാന്തിക ദാരിദ്ര്യം, അവർ കൊണ്ടു നടക്കുന്ന ഈ വികസനം, അത് TDPക്കും ചെയ്യാവുന്നതാണ്, മോഡിക്കും ചെയ്യാവുന്നതാണ്, അമിത്ഷായ്ക്കും ചെയ്യാവുന്നതാണ്. വേണ്ടെന്നല്ല, പക്ഷെ അത് തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ. കാരണം തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വെറും വികസനത്തിന്റെ പേരിൽ വോട്ടല്ല, ആത്മാഭിമാനത്തിന്റെ പേരിൽ, പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ, മറ്റുള്ള ഭരിക്കുന്നവരുടെ അഹങ്കാരത്തിന്റെ പേരിൽ,
ജനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പേരിൽ, കഷ്ടപ്പാടുകളുടെ പേരിൽ വോട്ട് ചെയ്യും. വെറും പാലവും എന്താ പറയണ്ടേ സ്പീഡ് ട്രെയിനും വെച്ച് മലയാളിയെ പോലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള മലയാളിയെ വീണ്ടും ഒരു ടേമിലേക്ക് ജയിക്കാമെന്ന് പറയുന്ന രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല. അത് ഐസക്കിന് അറിയേണ്ടതാണ്, ബേബിക്ക് അറിയേണ്ടതാണ്. അല്ല, അത് വികസനത്തിന്റെ കാര്യത്തിൽ പോലും ഇന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാർട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലും UP-യിലുമാണ്, ഗുജറാത്ത് ഉൾപ്പെടെ ആണ്, രാജസ്ഥാനിലും ആണ്. എന്ന് പറയുമ്പോൾ വികസനം എന്ന് പറയുന്നത് കേരളത്തിലെ എന്ത് വികസനമാണ് അവർ കൂടുതൽ കൊണ്ടുവന്ന് വോട്ട് പിടിക്കാൻ BJP-ക്കോ അല്ലെങ്കിൽ CPM-നോ കരുതുന്നത്? കാരണം വെച്ചാൽ ഇന്ത്യയിലെ തന്നെ പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 64,000 ആളുകളെ ആബ്ജക്ട് പോവർട്ടിയിൽ നിന്ന്, അട്ടർ പോവർട്ടിയിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു വിജയവുമില്ല. അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ലാതെ ബംഗാളിൽ 30 വർഷം ഭരിച്ചതിന് ശേഷം ഇത്രയും പട്ടിണിക്കാരുണ്ടാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയമാണ്? അല്ല, അത് അവർ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അവർക്ക് വേണ്ടിയാണ് പാർട്ടി, അല്ലാതെ പണക്കാർക്ക് വേണ്ടിയുള്ള പാർട്ടി അല്ലല്ലോ. അപ്പൊ അതിൽ അഹങ്കരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം അതുപോലും ചെറിയാൻ അത് CPM-ന്റെ മാത്രം സംഭാവനയല്ല. താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട, അത് പൊട്ടും ഭയപ്പെടണ്ട. കാരണം പാവപ്പെട്ടവര് ഇല്ല. ഈ 64,000 ആയത് ഡെസ്റ്റിറ്റ്യൂട്ട് പാവപ്പെട്ടവരല്ല, അബലരായിട്ടുള്ള ആ ഡെസ്റ്റിറ്റ്യൂട്ടും പോറുന്നവരുടെ വ്യത്യാസം തിരിച്ചറിയണം. വേറെ അവിടെ പോലും നമ്മളൊക്കെ അറിയുന്ന കേരള മോഡലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായ അമർത്യ സെൻ ആയിരുന്നു. അത് വന്ന് അവിടെ മമ്മൂട്ടിക്ക് വരെ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ലോകം അത് ശ്രദ്ധിച്ചേനെ. അതുണ്ടാകാതെ മമ്മൂട്ടി നിന്നാൽ അതിനുള്ള ഒരു വാലിഡേഷൻ ഉണ്ടാകാറില്ല. അവിടെയാണ് ഇത് അർദ്ധബുദ്ധിജീവികൾ പ്രചരിപ്പിക്കുന്നതാണ്. അർദ്ധബുദ്ധിജീവികൾ ഇടതുപക്ഷമാണെന്ന് ധരിച്ച് പിന്തുണയ്ക്കുന്നതാണ്. 1970-കളുടെ അവസാനത്തോടു കൂടി ഗൾഫ് കുടിയേറ്റം ശക്തമായതോടുകൂടി കേരളത്തിൽ ഈ പറയുന്ന ആബ്ജക്റ്റ് പോവർട്ടി, വേറെ യാതൊരു, അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂഷൻ, അരക്ഷിതരായിട്ടുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ചരിത്രപരമായ കാരണങ്ങളുമുണ്ട്. 77-ന് മുൻപ് കേരളത്തിലെ രാജവംശത്തിന്റെ ഇടപെടലുകൾ, കേരളത്തിലെ മലബാറിലെ ബ്രിട്ടീഷ് കാലത്തുണ്ടായിട്ടുള്ള ചില എന്താ പറയുന്ന പാതിരിമാരുടെ, വിദേശ പാതിരിമാരുടെ ഇടപെടലുകൾ, ചില പുതുതായി വന്ന ക്രിസ്ത്യൻ കുടുംബങ്ങൾ വിദ്യാഭ്യാസത്തിലേക്കും മറ്റും ചിലവഴിച്ച തുക, NSS-ന്റെ പ്രവർത്തനം, SNDP ശ്രീനാരായണ ഗുരുവിന്റെ മുന്നിൽ വിദ്യാഭ്യാസം എന്ന ഏക ലക്ഷ്യം, ശുചിത്വം, വിദ്യാഭ്യാസം, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അവകാശപ്പെട്ടത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ധരിക്കുന്ന ഞാൻ പറയുന്നു, അതൊരു നുണയാണ്. കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നതല്ല, അത് കേരളത്തിന്റെ ചരിത്രപരമായ പോരാട്ടത്തിന്റെ, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ അഭിമാനിക്കുന്ന പോരാട്ടത്തിന്റെ. അപ്പൊ അതിനെല്ലാം കൂടി ആകത്തുകയാണ് നമ്മൾ 2025 സഖാവ് പിണറായി വിജയന്റെ 64. അതിനെപ്പറ്റിയുള്ള മറ്റു തരത്തിലുള്ള തർക്കങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. വികസനം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ള കാലം മാറി. നമുക്ക് അത് വാജ്പേയി തിരിച്ചറിഞ്ഞതാണ്, ചന്ദ്രബാബു നായിഡു തിരിച്ചറിഞ്ഞതാണ്. ബ്രൈറ്റ് ഇന്ത്യ എന്ന് എന്തായിരുന്നു, ഷൈനിങ് ഇന്ത്യ. ഞാൻ ചന്ദ്രബാബു നായിഡു അത് പറഞ്ഞ് പൊട്ടൽ കവർ ചെയ്ത വ്യക്തിയാണ്. വാജ്പേയിയുടെ പൊട്ടൽ കവർ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഈ വാചകം വേണ്ടി വെറും വികസനം. എന്ത് വികസനം? EMS ചോദിച്ചിരുന്നുണ്ട്, എന്ത് വികസനം? ആർക്ക് വികസനം? എന്തുകൊണ്ട് കേരളത്തിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഇത്ര വലിയ വ്യത്യാസം? എന്തുകൊണ്ട്? നമുക്കത് വേറൊരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞ അനുസരിച്ച് വികസനം കൊണ്ട്, അല്ലെങ്കിൽ ഷൈനിങ് ഇന്ത്യ ക്യാമ്പയിൻ പോലെ കേരളം വികസിച്ചു എന്ന് പറഞ്ഞ് വോട്ട് മേടിക്കുക എന്ന് വെച്ചാൽ വളരെ ദുഷ്കരമാണ് എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു പൊളിറ്റിക്കൽ വസ്തുത. അതുകൊണ്ട് എങ്ങനെ ഈ താര പ്രചാരകർ
ഇനിയുള്ള 3-4 ദിവസം നമ്മൾ ചെറിയ ജയന്റ് കില്ലേഴ്സിന് സംസാരിച്ചില്ല. അവര് കുറച്ചുപേരുണ്ട് ഇവിടെ. അത് അടുത്ത തവണ നമുക്ക് സംസാരിക്കാൻ. ജയന്റ് കില്ലേഴ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ്. അതുകൊണ്ട് നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ജയന്റ് കില്ലേഴ്സ് പോലുള്ള വേറെ ഹോട്ട് ടോപ്പിക്കുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.